നമസ്കാരം. വേൾഡ് ക്യാറ്റ് മിഷന്റെ ഭാരതയാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സേലത്ത് നിന്നൊരു 12 കിലോമീറ്റർ മാറി പെത്തണ്ണൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അവിടെ ശ്രീനിവാസൻ ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം ഒരു നല്ല കർഷകനാണ്, ക്ഷീര കർഷകനാണ്. അതുകൂടാതെ മറ്റൊരുപാട് കൃഷികൾ അദ്ദേഹത്തിനുണ്ട്, കൂട്ടുകൃഷികൾ. അപ്പോൾ ഒന്നിലെ നഷ്ടം വന്നാൽ അടുത്തേന്ന് കിട്ടും. അതായത് നമ്മളുടെ മലയാളികളുടെ സ്വന്തം എന്ന് വിചാരിച്ചിരിക്കുന്ന കപ്പ കൃഷി ചെയ്യുന്നുണ്ട്, വെണ്ട കൃഷി ചെയ്യുന്നുണ്ട്, തെങ്ങ കൃഷി ചെയ്യുന്നുണ്ട്, ചിരക്ക കൃഷി ചെയ്യുന്നുണ്ട്, ചോളം, പിന്നെ റാഡിസ്, ഉള്ളി, അങ്ങനെ ഒരുപാട് ഐറ്റം, നെല്ല് അങ്ങനെ ഒരു സംയുക്ത കൃഷി സംരംഭമാണ്. പിന്നെ ആട്, കോഴി, പശു, അങ്ങനെ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ശ്രീനിവാസൻ ചേട്ടന്റെ വീടാണ് നമ്മൾ ഈ പരിസരത്ത് കാണുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് ഈ കൃഷിയുടെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഈ പെത്തണ്ണൂർ ശ്രീനിവാസൻ ചേട്ടനോട് ചെന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ കൃഷിയുടെ ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ മലയാളികളുടെ കൃഷി രീതിയും ഇവിടുത്തെ കൃഷി രീതിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ ജലലഭ്യത വളരെ കുറവായിരുന്നിട്ടും കൃഷിക്ക് ആവശ്യമായ ജലം മാത്രം ഉപയോഗിച്ച്, അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള പദ്ധതികൾ ഉപയോഗിച്ച് ഗവൺമെന്റ് ആനുകൂല്യത്തിൽ ഇവിടെ ചെയ്ത് ലാഭകരമായ രീതിയിൽ സന്തോഷപൂർവമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. ഇവിടം സ്വർഗമാണ്. ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. നല്ല അന്തരീക്ഷം, നല്ല കാറ്റ്. അതുപോലെ തന്നെ കൃഷിക്ക് കൂലി, അത് കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. രാവിലെ 9 മണി മുതൽ 2 മണി വരെ പണിയുന്നതിന് 250 രൂപയാണ് കൂലി. നമ്മുടെ നാട്ടിൽ 9 മണി മുതൽ 5 മണി വരെ പണിയുന്നതിന് 1000 രൂപയാണ് കൂലി. 1000 മതിയോ? 1000 മതി. 900 അപ്പോ ബാക്കി വിശേഷങ്ങൾ അത് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്ര ഇതുപോലുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചകളുമായി നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ശ്രീനിവാസന്റെ അമ്മയുണ്ട്, വൈഫും ഒരു കല്യാണത്തിന് പോയിരിക്കുന്നു, മകള് സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പൊ ശ്രീനിവാസൻ ചേട്ടന്റെ വീടാണത്. നമസ്കാരം. എന്നെ പേര് ശ്രീനിവാസൻ. എന്നെ വില കൃഷിയിൽ എന്നെ തമിഴിലുള്ള വ്യവസായം என்ன விவசாயம் இருக்கு? வெண்டை, மரவள்ளி, அது வந்து காரமணி. தக்காளி இருக்கா? தக்காளி பண்ணி இங்க இடத்துல இல்ல செய்யறதில்ல. நெல்லு அது பண்ணுவோம். நெல்லு பண்ணுமா? இதுக்கு மேல அடுத்தது நெல்ல. நவம்பர் டிசம்பர். என்ன நெல்லுக்கு பேரு? வெள்ளை பண்ணி மத்து 18. ഈ വളം എല്ലാം எப்படி இருக்கு? அதெல்லாம் ஒன்றும் பிரச்சனை இல்லை. ராசவளம் இருக்குமா? ராசவளம். ഇവിടെ മയില് പ്രശ്നമുണ്ടോ? മയില് இருக்கு, கம்மியா இருக்கு. அதிகமா இல்ல, கம்மியா இருக்கு. நெல்லில் மயில் அது வரும் பாதுகாப்பு பண்ணுவோம். அதுக்கு வந்து கிளி வரும். ஆமா, சோளத்துக்கு கிளி வரும். அப்போ என்ன பண்ணுவேன்? ഓടിച്ചു വിടണം. പടക്കം പൊട്ടാസ് പൊട്ടിക്കും. അത് കേരളാവിൽ അതുപോലെ പിന്നെ പശു ഇല്ല. ஆமா. ഈ പാല് എങ്ക സെയിൽ பண்ணும்? இங்க வராங்க. இது மில்மையா? மில்மை வருமா? 1 லிட்டர்னா எவ்வளோ ஆகும்? 33. 1 ലിറ്റർക്ക്. ഓ, സുരക്ക. ഇത് വേണ്ടതാണ്. പിന്നെ കപ്പ, മരച്ചീനി, അതായത് മരച്ചീനി ഇവർ പറയും, നമ്മൾ കപ്പ. പിന്നെ ചോളം, പിന്നെ തെങ്ങ്, പിന്നെ നെല്ല് കൃഷി ചെയ്യും. അത് ആണിയൻ. ഉള്ളി, വെങ്കായം, ചിന്ന വെങ്കായം, ചെറിയ ഉള്ളിന്ന് തമിഴ് മലയാളത്തിൽ പറയും. പിന്നെ ஆடு இருக்கு, மட்டன் எவ்வளோ ஆடு இருக்கு? வித்தாச்சு. ஒரு 3 நாளுக்கு சேல்ஸ் ஆயிடுச்சு. ஒரு 10 சேல்ஸ் ஆயிடுச்சு. பசு 4 இருக்கு. 4 இருக்கா? யாரு கறவை பண்ணது? நான் வீட்டில் வைஃப். இங்கே இடத்துல வேலை ஆள் வருமா புறமே தான்? அப்போ எவ்வளோ பைசா டெய்லி? 250. 250. எப்போ வரும்? காலை 9 to 2. 250. സാപ്പാടോ? തീ മട്ടം. കൃഷിക്ക് വെള്ളം, தண்ணி எப்படி? கிணறு, போர்வெல் எப்படி? இது ட்ரிப் இரிகேஷனா? ட்ரிப் இல்லை. இந்த பெரிய இடத்துல எல்லாம் ட்ரிப் பார்த்தாச்சு. அதிகமாக இருக்க பண்ணாங்க. நம்ம கம்மியாக அப்படியே எங்கே எப்படி மோட்டர் அடிக்கும்? மோட்டர் இல்லை, தண்ணி கட்டணும். தண்ணி ரோட்டில் ஓட்டணும். சரி, எவ்வளோ மக்கள் பிறந்தாங்க? ஒரு பொண்ணு. என்ன 9th போயிருக்கு ஸ்கூல். பொண்டாட்டி அவங்க ஒரு ஃபங்க்ஷன் போயிருக்காங்க. இവിടുത്തെ சேலம் எவ்வளோ கிலோமீட்டர்? சேலம் ஒரு 12 கிலோமீட்டர் வரும். சேலம் 18 கிலோமீட்டர். 12 கிலோமீட்டர். அப்போ
இப்போ உங்களுக்கு தம்பி அண்ணா அண்ணா தான் அந்த வீடு. அந்த வீடு அண்ணா தம்பி எல்லாம் சுற்றும். ஆமாம். ഈ വ്യവസായത്തിന് ഗവൺമെന്റ് സബ്സിഡി இல்லை கரண்ட் வெள்ளம் அது உண்டு, கரண்ட் உண்டு. கரண்ட் ஃப்ரீ ஃப்ரீ. ஃப்ரீ. பின்ன எப்படி வேற வேற ஒன்றும் இல்லை. அந்த இது விதை கொடுப்பாங்க அப்பப்போ, அவங்க கொடுக்கும் போது ஆனால் தான் நம்ம கேட்கும் போது கொடுக்க மாட்டாங்க, அப்பப்போ கொடுப்பாங்க. இது யாரு? அம்மா. அம்மா. அம்மாவோட பேர் என்ன? அலமேலு. ഇലവില്ല. മാർക്കറ്റ് എവിടെ? ജംഗ്ഷൻ. സേലം ജംഗ്ഷനിലെ മാർക്കറ്റിലെ ID കാർഡാണ്. ID കാർഡ്. ഇത് ID കാർഡാണ്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയുണ്ട്. ഈ ചേട്ടൻ്റെ 62 ID നമ്പർ. ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ சும்மா பார்த்தா வீடியோ பண்ணணும், அந்த யூடியூப்ல அப்லோட் பண்ணணும். அது கிருஷி பார்க்கணும். இந்த இந்தியாவில் மட்டுமே போகணும். அதில் பல கிருஷி இருக்குது இல்லை, அதெல்லாம் பார்க்கணும். இந்த கிருஷி விவசாயம் பண்ணுற ஆளுக்கு சொல்லணும் என்ன ப்ராப்ளம் எல்லாம் பொதுஜனங்களை அறியணும். இந்த இடத்துல இருந்து வந்தில்லையும் கேரளமே சாப்பாடு இல்லை. அது தெரியும். நாங்களே வந்திருக்காங்க. எங்க? சபரிமலை. சொட்டானிக்கிற தெரியுமா? சபரிமலைக்கு போக வழிக்க ஒரு அம்மா கோவில், அதுக்கு பக்கத்தில் நம்ம கொச்சி தெரியும், எர்ணாகுளம். அங்கே போகல. டைம் இல்லை. சபரிமலை ഗുരുവായൂർ. ഓക്കെ. ഞങ്ങൾ ഡ്രോൺ ഒന്ന് പറത്തും. ഡ്രോൺ ക്യാമറ. അതിവിശാലമായ പാടശേഖരങ്ങൾ. ഇവിടെ കേരള മാർക്കറ്റിനെ ലക്ഷ്യമാക്കി വിവിധയിനം പച്ചക്കറികളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായിട്ടും ജലദൗർലഭ്യം ഉണ്ടായിട്ടും കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ഫലഭൂഷ്ടമല്ലാത്ത മണ്ണായിരുന്നിട്ട് പോലും ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും തങ്ങളുടെ കഠിനാധ്വാനവും കൊണ്ട് തങ്ങൾ പരമ്പരാഗതമായി ലഭിച്ച കൃഷിയിടങ്ങളിൽ പൊന്നുവിളയിക്കുന്ന ഈ കർഷക സമൂഹം അവിടെ അധ്വാനിക്കുന്നത് കൊണ്ടാണ് മലയാള മണ്ണിൽ നമ്മൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്നത്. ഇത്തരം കൃഷിയിടങ്ങളും കൃഷിരീതികളും മനസ്സിലാക്കി കർഷകരുടെ പ്രശ്നങ്ങൾ പൊതുജന സമക്ഷം അറിയിക്കുവാൻ വേൾഡ് ചാരിറ്റി മിഷൻ നയിക്കുന്ന ഭാരതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ഒരു ഭാരത ഗ്രാമത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.